തന്ത്രി പാവന ശ്രുതിലയമാ ശ്രുതിഗീതം ശ്രുതിഗീതം. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖകൾക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. സത്യം തന്നെ. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖകൾ ഒരു കാരണവശാലും ആ ശാഖകളിൽ മുന്തിരി ഉണ്ടാവില്ല, ഫലമുണ്ടാവില്ല. തീർച്ച. നമ്മുടെ ജീവിതങ്ങളിലും ഫലമുണ്ടാകണമെങ്കിൽ, നന്മയുണ്ടാകണമെങ്കിൽ, സമാധാനമുണ്ടാകണമെങ്കിൽ, ചുറ്റുപാടുകളിലും സന്തോഷമുണ്ടാകണമെങ്കിൽ തീർച്ച യേശുനാഥനോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതുതന്നെയാണ് ഈ വചനം ഈ മുന്തിരിച്ചെടിയുടെ ഉപമയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രാർത്ഥന ഒന്നു മാത്രം. എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ ധന്യമാവുന്നത്, നമ്മുടെ ജീവിതങ്ങൾ സന്തോഷഭരിതമാവുന്നത്, സമാധാനം കൊണ്ട് നിറയുന്നത് യേശുവാകുന്ന മുന്തിരി ചെടിയോട് ശാഖകളാകുന്ന നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളാകട്ടെ എന്റെയും നിങ്ങളുടെയും. ആ വലിയ പ്രാർത്ഥനയോടെ സ്മൃതിഗീതം ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുണ്ട് ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ. അദ്ദേഹം CMI സഭാംഗമാണ്. ബഹുമാനപ്പെട്ട ആബേലച്ചൻ സ്ഥാപിച്ച കലാഭവൻ, നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ കലാഭവന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. മലയാള ഭാഷാ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 80-ലധികം കൃതികൾ മലയാള സാഹിത്യത്തിന് അച്ഛന്റെ സംഭാവനയായുണ്ട്. മറ്റൊന്നുകൂടി പറയേണ്ടത് അച്ഛന്റെ സവിശേഷമായ ക്രിസ്തീയ ഭക്തി ഗാനശേഖരത്തിലെ ഗാനങ്ങളെക്കുറിച്ചാണ്. വളരെ സൂക്ഷ്മതയോടെ ഗാനശാഖയെ അദ്ദേഹം വീക്ഷിക്കുന്നു, സ്നേഹബുദ്ധിയ വിമർശിക്കുന്നു. അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ സ്മൃതിഗീതത്തിന് സത്യമായും, അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ ഓരോ ചിന്തകൾ എല്ലാം നമുക്കൊരു അനുഗ്രഹമാണ്. ഇനി നമ്മോടൊപ്പം ഉള്ളത് പതിവ് പോലെ നമുക്കറിയാം, സർവശ്രീ ബേണി ഇഗ്നേഷ്യസ്. സഹോദരന്മാരായ സംഗീത സംവിധായകർ, ദൈവം തൊട്ട് അനുഗ്രഹിച്ച സംഗീത സംവിധായകർ എന്നുകൂടി പറയേണ്ടി വരും. ഒരുപക്ഷെ ശുശ്രൂഷകർ എന്ന് പറയേണ്ടി വരും. കാരണം മനോഭാവം, ചിന്തകൾ, പ്രാർത്ഥനാ അനുഭവം, പ്രാർത്ഥിക്കുന്ന രീതി, എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും ദൈവത്തോട്, കർത്താവിനോട് ആലോചന ചോദിക്കുന്ന രീതി അതെല്ലാം അവരുടെ വലിയ പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ശുശ്രൂഷകരായും നമുക്ക് തോന്നും. തീർച്ചയാണ്. ഞാനൊരു ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ പല സമയങ്ങളിലും ഡിവൈനിൽ വന്ന് രണ്ടുപേരും ശുശ്രൂഷ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സിനിമ, പിന്നണി, ഗാനമേഖലയിലും അവരുടെ കയ്യൊപ്പ് വളരെ വലുതാണ്. സംസ്ഥാന സർക്കാരിന്റേതുൾപ്പെടെ നിരവധി അവാർഡുകൾ. അവരുടെയും സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. മൂവരെയും വളരെ സ്നേഹത്തോടെ സ്മൃതിഗീതത്തിന്റെ ഈ മനോഹര നിമിഷങ്ങളിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തുന്നത് പുതിയ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താം എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ്. ആ ഉറപ്പിൽ നിന്ന് എന്റെ ചോദ്യം, ആരാണ് ഇന്ന് നമ്മുടെ അതിഥിയായി നമുക്ക് പരിചയപ്പെടുത്തേണ്ടത്? ഏത് സംഗീതകാരനെയാണ്? എറണാകുളം CACയിലെ വയലിനിസ്റ്റും വയലിൻ അധ്യാപകനുമായിരുന്ന KN രാജേന്ദ്രൻ, അദ്ദേഹത്തെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. 4 വർഷം മുമ്പ് അദ്ദേഹം നമ്മുടെ വിടവാങ്ങി. 51 വയസ്സ് മാത്രമേ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ആദർശവാനായ ഒരു വയലിനിസ്റ്റാണ്. ഈയിടെയാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ പ്രിയതമ സന്തോഷ് കുമാരി എഴുതിയ സ്മൃതിയുടെ സിംഫണി എന്ന പുസ്തകം ഞാൻ വായിച്ചത്. ആ പുസ്തകത്തിൽ വാസ്തവത്തിൽ KN രാജേന്ദ്രന്റെ വ്യക്തിത്വം അതേപോലെ വരച്ചു വച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ കുറവുകളും അദ്ദേഹത്തിന്റെ കഴിവുകളും ആദർശവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിരന്തരമായ തപസ്യയും സിദ്ധിയുമെല്ലാം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമായിട്ട് തോന്നി അത്. ഈ കെ.എൻ. രാജേന്ദ്രൻ CAC-യിൽ ചേർന്ന കാലം മുതൽ അവിടുത്തെ ഏറ്റവും നല്ല അധ്യാപകനായി. ഒരുപക്ഷെ റെക്സ് ഐസക്കിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അതിന്റെ മേന്മകളെല്ലാം അദ്ദേഹത്തിലേക്കും പകർന്നിരുന്നു. റോയലിസ്റ്റ് റെക്സ് ഐസക് ചെന്നൈയിലേക്ക് പോയതിനു ശേഷം ആ സ്ഥാനം കെ.എൻ. രാജേന്ദ്രനായിരുന്നു. അക്കാലത്ത് CAC-യിലെ ഗാനമേളകളിൽ, സംഗീത സഭരികളിൽ, അതുപോലെ തന്നെ സംഗീതം നൽകുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കുറേയേറെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളിൽ ഒന്നാണ് ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയും സത്യവും നീയേ നാഥ എന്ന ഗാനം. അതാകട്ടെ നമുക്ക് ആദ്യം അവതരിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ശ്രീ രാജേന്ദ്രന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, ഓർമ്മകൾ ബെൻചേട്ടൻ ഒന്ന് പങ്കുവച്ചാൽ എന്തായിരിക്കാം? 1980 കാലഘട്ടമാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി. ആ സമയത്ത് ഞാൻ ആൽബർട്ട്സ് കോളേജിൽ BSc പഠിക്കുന്നു. പക്ഷേ പകുതി സമയം ക്ലാസ് ഉണ്ടാവും, അതിനുശേഷമുള്ള സമയം CAC-യിലായിരിക്കും. തൊട്ടടുത്ത സ്ഥാപനങ്ങളും രണ്ടും. അവിടെ അങ്ങനെ CAC-യിലെ ഡയറക്ടർ മൈക്കിൾ പനക്കലച്ചന്റെ മുറിയിലിരിക്കുമ്പോൾ രാജേന്ദ്രൻ ആ മുറിയിലേക്ക് കയറി വന്നു. ഉടനെ പനക്കലച്ചൻ പറഞ്ഞു, ഇത് രാജേന്ദ്രൻ ഇവിടുത്തെ ഒരു വയലിനിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 1977 മുതൽ റെക്സ് ഐസക്കിന്റെ കീഴിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ട്രൂപ്പിൽ വായിക്കാൻ, സീനിയർ ട്രൂപ്പിൽ വായിക്കാൻ, ജൂനിയർ ട്രൂപ്പിലും സീനിയർ ട്രൂപ്പിലൊക്കെ വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് രാജേന്ദ്രന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിഗ്രിയും പഠിച്ചിട്ടുണ്ട്, കോർപ്പറേഷനിൽ ഡിപ്ലോമയുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള സമയം CAC-യും മറ്റു മ്യൂസിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ പോരെ. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാവം മാറി. അദ്ദേഹം ഉറച്ച തീരുമാനത്തിൽ, എന്റെ നിയോഗം, എന്നെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് വയലും വായിക്കാനും സംഗീതത്തിലൂടെ സഞ്ചരിക്കുവാനാണ്. ഞാനതിൽ ഉറച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് വേറൊരു ചിന്ത എനിക്കില്ല. ഇതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് അദ്ദേഹത്തോടൊരു മതിപ്പ് തോന്നി. കാരണം അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയുള്ള ഒരു മറ്റൊരു ഡൈവേർഷനൊന്നും ആര് പറഞ്ഞാലും കേൾക്കില്ല. പിന്നീട് പക്ഷെ അതിനുശേഷം ആ സംഭാഷണം പിരിഞ്ഞു. ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് കാണും, ഒരു ഹൈ പറയും, അത്രേ ഉള്ളൂ. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ഇടക്കിടക്ക് സുഹൃത്തുക്കളായി കൂടുതൽ അടുത്തു. എല്ലാ ദിവസവും കാണുന്നുണ്ട്. 2-3 മാസത്തിനുള്ളിൽ അദ്ദേഹം ഒരു കരോൾ പ്രോഗ്രാമിന് ക്ഷണിച്ചു. കരോൾ പ്രോഗ്രാമിന്റെ എബ്രഹാം പടിഞ്ഞാറത്തിലൊക്കെ മരിച്ചുപോയ സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഫൈൻ ആർട്സിലുള്ള വലിയൊരു പ്രോഗ്രാമായിരുന്നു കരോൾ പ്രോഗ്രാം, ക്രിസ്മസിന്റെ സമയത്ത്. അപ്പൊ വയലിനിസ്റ്റായിട്ടും അതിനെ മേൽനോട്ടം വഹിക്കുവാനായിട്ട് രാജേന്ദ്രനാണ് നിയോഗിച്ചിരുന്നത്, എബ്രഹാം സാറ്. അങ്ങനെ എന്നെ വിളിച്ചു. ഞാനവിടെ ഗിറ്റാർ വായിക്കാൻ ചെയ്യുന്നു. ഒരു ദിവസം മുഴുവൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇടക്കിടക്ക് ഞങ്ങൾ രണ്ടു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുകയും യാത്ര പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു 1-2 വർഷം കൊണ്ട് തന്നെ പ്രഗത്ഭനായ ഒരു വയലിനിസ്റ്റായി കഴിഞ്ഞു. സാധാരണ ഒരു വയലിൻ സ്വായത്തമാക്കണമെങ്കിൽ 5-6 വർഷം കഴിയണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആയല്ലോ എന്നൊക്കെ എനിക്ക് മതിപ്പ് തോന്നി. അങ്ങനെ പിന്നീട് ഒരു 1983-84 കാലഘട്ടങ്ങളിൽ കാസറ്റ് വിപ്ലവം ആരംഭിച്ചു. അപ്പോഴാണ് പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഴിവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യവും മനസ്സിലാക്കിയത്. അന്ന് 9 മണിക്ക് റെക്കോർഡിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ വരുന്ന 9:30 മണിയാവും, ചിലപ്പോൾ 10 മണിയാവും. പക്ഷെ ഇദ്ദേഹം വന്ന് 8:45 വരും. ചേന്നമംഗലത്തിന് 2 ബ്രിഡ്ജെല്ലാം കയറി ഒരുപാട് കഷ്ടപ്പെട്ടാണ് വരുന്നത്. പക്ഷെ അദ്ദേഹമായിരിക്കും ആദ്യം വരുന്നത്. അദ്ദേഹം വരുന്ന സമയം നോക്കി വാച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ മറ്റുള്ളവർ വരുവോ വരില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിഷയമല്ല. അതിൽ വർക്കിലുള്ള ആത്മാർത്ഥത. കുറച്ച് നാൾ വയലും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് സന്തൂർ വായിക്കും എന്ന് പറഞ്ഞു. നമുക്ക് സന്തൂർ നാളെ കൊണ്ടുവന്ന് നമുക്ക് വായിപ്പിക്കാം. അപ്പൊ അത് എവിടെ നിന്നോ ഒരു സന്തൂർ അദ്ദേഹം കൊണ്ടുവരും. സ്വന്തമായി സന്തൂറല്ല. അതിൽ നമ്മൾ നൊട്ടേഷൻ എഴുതി കൊടുത്തരണം. അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ ഒരു ട്യൂൺ പറഞ്ഞു കൊടുത്താൽ അപ്പൊ തന്നെ നോട്ട്സ് എഴുതും. സരിഗമേല അല്ലെങ്കിൽ വെസ്റ്റേൺ നൊട്ടേഷനിൽ എഴുതും. എന്നിട്ട് അത് കറക്റ്റായിട്ട് വായിക്കും. പിന്നെ കുറച്ച് നേരത്തേക്കും പറഞ്ഞു, ഞാൻ മുഖർശംഖം വായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചില പാട്ടുകളിലൊക്കെ മുഖർശംഖം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് അത്രയും ജ്ഞാനമുള്ളതുകൊണ്ടാണ്, ജന്മസിദ്ധമായ വാസന ഉള്ളതുകൊണ്ട് എന്ത് ഇൻസ്ട്രുമെന്റും അദ്ദേഹത്തിന് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോബ് മാസ്റ്ററിന് സംഗീതം ചെയ്യുമ്പോൾ സഹസംവിധായകനായിട്ട് കൂടാറുണ്ട്. അപ്പൊ അങ്ങനെ തരങ്ങണിയിലൊരു റെക്കോർഡിംഗ് ഉണ്ട് ജോബ് മാസ്റ്ററിന്റെ. പ്രശസ്തമായ വാർമണി തെന്നലായി, സൂര്യകാന്തി, പുഷ്പമംഗം, ഇങ്ങനെയുള്ള 10 പാട്ടുകൾ, 10-12 പാട്ടുകൾ തരങ്ങണി കാസറ്റ് ഇറക്കുന്നു. അപ്പൊ പറഞ്ഞു, ഞാനാണ് അതിന്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുമുമ്പ് ഞാൻ കുറെ പാട്ടുകൾ ജോ മാസ്റ്റർ അസിസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ജോ മാസ്റ്റർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കുറച്ച് കോഡ്സ് എഴുതിയിട്ടുണ്ട്,
അപ്പൊ ഞാൻ വയലിനിസ്റ്റ് അതിന്റെ പേരിൽ കോഡ്സിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കോഡ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ വേണി അത് നോക്കുവോ ശരിയാണെന്ന് അറിയാനെന്ന് പറയും, ഒരു കോൺഫിഡൻസ് കിട്ടാനാണെന്ന് പറയും. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ മെലഡിക്ക് അനുസരിച്ച് കൃത്യമായ കോഡാണ്. ഞാൻ പറഞ്ഞു താനിത് എങ്ങനെ പഠിച്ചു? ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഞാൻ റെക്സ് മാഷിനോട് ചോദിച്ചത്. ഇദ്ദേഹം കോഡ്സ് ഒക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്, കൗണ്ടർ നന്നായിട്ട് കമ്പോസ് ചെയ്യുന്നു, നന്നായിട്ട് ഒരു പാട്ട് കിട്ടിയാൽ അതനുസരിച്ചുള്ള കൃത്യമായ ഓർക്കസ്ട്രേഷൻ. ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഓർക്കസ്ട്ര രാജേന്ദ്രൻ കമ്പോസ് ചെയ്തതാണ് ആ പാട്ടുകൾക്കൊക്കെ. പറഞ്ഞ അദ്ദേഹം എന്നോട് എപ്പോഴും ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. വളരെ കൃത്യനിഷ്ഠയുള്ള മനുഷ്യൻ, സൗമ്യശീലൻ, ആദർശവാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിച്ചു കയറി പോകുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷെ 100 സംശയമാണ് അദ്ദേഹത്തിന്. വയലും വായിക്കുന്നതിന്റെ ഇടയ്ക്കൂടെ ആ നോട്ട്സൊക്കെ വളരെ പെട്ടെന്ന് ഗ്രഹിക്കും. അതിനുശേഷം പിന്നെ അദ്ദേഹം അതിന് എന്ത് കോഡ് വരും, അതിന്റെ സ്കെയിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥിക്ക് എപ്പോഴും സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങളിൽ നിന്നാണ് അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു സഹസംവിധായകനാകാനുള്ള എല്ലാ കഴിവുകളും വളരെ പെട്ടെന്ന് സ്വായത്തമാക്കിയത്. ആ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായി. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളോട് കൂടെ അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്യുന്നത് വയലും വായിക്കുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സ്വഭാവം തന്നെ പുള്ളി ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കാറില്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം ഇങ്ങനെ നിന്റെ ഇടയ്ക്ക് കലവില വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ടിനിടയ്ക്ക് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. തമാശ പറഞ്ഞാൽ അത് ആസ്വദിക്കും എന്നല്ലാണ്ട് പുതിയ പുള്ളി ക്രിയേറ്റ് ചെയ്ത് കുറച്ച് സമയങ്ങളായി അങ്ങനെയുള്ള പരിപാടിയൊന്നും. നല്ല നർമ്മബോധമുള്ള ആളാണെങ്കിലും ജോലിയുടെ ഇടയ്ക്ക് ഈ വക ഒരു പരിപാടിയില്ല, അനാവശ്യമായിട്ടൊരു വാക്കുപോലും സംസാരിക്കില്ല. ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് വന്നിരിക്കും. ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പാലം കടന്നു വരാനുണ്ട്, അതിന്റെ പേരിൽ താമസിച്ചു വരാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വിളിച്ച് ചോദിക്കും, അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാലം കടന്നു പറയുമോ? കൃത്യസമയത്ത് വരില്ലേ? അതെന്താ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പേടിയില്ലാറ്റല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി മിണ്ടാതിരിക്കുകയുള്ളൂ, മറ്റുള്ളവരോട് വഴക്ക് പറഞ്ഞാൽ. പക്ഷെ പുള്ളിയുടെ മുഖം കറുത്തൊരു കാര്യം പറയാനായിട്ട് വന്നിട്ടേ ഇല്ലെന്നുവരെ. കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ജോലിക്ക് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഓവർ ടൈം വായിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തുള്ള റെമ്യൂണറേഷനൊക്കെ നിയമപ്രകാരം കിട്ടേണ്ടതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും മേടിച്ചു കൊടുക്കാനും പുള്ളി മുമ്പിൽ നിൽക്കുകയും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ, സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായ രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്, സംഗീത ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹം സംഗീതം നൽകിയ ആദ്യ ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. വഴിയും സത്യവും നീയല്ലോ നാഥ. വഴിയും സത്യവും നീയല്ലോ നാഥ, ആ വഴിയെ മടക്കുവാൻ ശക്തി നൽകൂ. മുറിച്ചു മാറ്റേണമെൻ പാപബന്ധനം, മുറിവുണക്കേണമേ സ്നേഹനാഥ. മുറിഞ്ഞു പോയോരൻ ബന്ധങ്ങളെല്ലാം പുതുക്കി പുതുജീവനേകിടേണേ. വഴിയും സത്യവും നീയല്ലോ നാഥ, ആ വഴിയെ മടക്കുവാൻ ശക്തി നൽകൂ. മുറിച്ചു മാറ്റേണമെൻ പാപബന്ധനം, മുറിവുണക്കേണമേ സ്നേഹനാഥ. മുറിഞ്ഞു പോയോരൻ ബന്ധങ്ങളെല്ലാം പുതുക്കി പുതുജീവനേകിടേണേ. ജീവനും നീ, ഉദ്ധാനവും നീ, രക്ഷയും ആത്മനാഥനും നീ. ജീവനും നീ,
ഉത്ഥാനവും നീ, രക്ഷയും ആത്മനാഥനും നീ. നിന്നിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റൊരു പുതുജീവിതം ഇനി എനിക്കു വേണം. മുന്തിരി വള്ളി തൻ ശാഖകളാലെങ്ങും പടർന്നിനിയെന്നും പന്തലിക്കാൻ പുതുക്കി പുതുജീവനേകിടേണേ. വഴിയും സത്യവും നീയല്ലോ നാഥ, ആ വഴിയെ നടക്കുവാൻ ശക്തി നൽകൂ. മുറിച്ചു മാറ്റേണമെൻ പാപബന്ധനം, മുറിവുണക്കേണമേ സ്നേഹനാഥ. മുറിഞ്ഞു പോയോരൻ ബന്ധങ്ങളെല്ലാം പുതുക്കി പുതുജീവനേകിടേണേ. അച്ഛാ, ഇനി ശ്രീ രാജേന്ദ്രന്റെ ഏത് സംഗീത വിശേഷത്തിലേക്കാണ്, അദ്ദേഹത്തിന്റെ ഏത് ഗാനത്തിലേക്കാണ് നമ്മൾ പോവുക? അദ്ദേഹത്തിന്റെ ഗാനവിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയൊന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ കലാകാരന്മാരും സംഗീതജ്ഞരുമെല്ലാം ജീവിതം കളഞ്ഞു കുളിക്കുന്നവരുണ്ട്. നല്ല പ്രതിഭയുള്ളവർ പലപ്പോഴും മദ്യത്തിന്റെ ലഹരിയുടെ അടിമയായി തീരാറുണ്ട്, മയക്കുമരുന്നുകളിൽ കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ജീവിതം തന്നെ എറിഞ്ഞ് ഉടയ്ക്കുന്ന ഒരു സ്ഫടികപാത്രമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് ലിവർ സിറോസിസ് ആണ്. അങ്ങനെ മരിച്ചവർ ധാരാളമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലിവർ സിറോസിസ് പിടികൂടിയ ഒരാളാണ് KN രാജേന്ദ്രൻ. പക്ഷേ മദ്യം ഒരു തുള്ളി അദ്ദേഹം തൊടുമായിരുന്നില്ല. ഇവിടെയാണ് KN രാജേന്ദ്രന്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന് അസുഖം പിടികൂടിയിട്ടും അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടുകൂടി നിന്നു. അതിനുവേണ്ട ചികിത്സ ചെയ്യുവാനും സന്നദ്ധനായി. എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടി കരൾ മാറ്റിവെച്ചും തന്റെ ജീവിതം സംരക്ഷിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പരിശ്രമമെല്ലാം വിജയിച്ചു. അതെല്ലാം പിന്നീട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇങ്ങനെയുള്ള അസുഖമുണ്ടായപ്പോഴും അദ്ദേഹം തന്റെ പ്രവർത്തന തലത്തിൽ നിന്ന് മാറിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കൃത്യനിഷ്ഠ അങ്ങേയറ്റം പാലിക്കുന്ന വ്യക്തിയായിരുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കണമോ ആ ത്യാഗമെല്ലാം അദ്ദേഹം സഹിക്കും. വീട്ടിൽ നിന്ന് നിർദ്ദേശമുണ്ടായാലും അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കും. അതിനുവേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കാമോ അതെല്ലാം അദ്ദേഹം വളരെ നിസ്സാരമായി കരുതുകയുള്ളൂ. ഇതെല്ലാമാണ് സത്യസന്ധനായ ആദർശവാനായ രാജേന്ദ്രന്റെ സ്വഭാവ വൈശിഷ്ട്യം. ഇതെല്ലാം കേൾക്കുമ്പോൾ വേണിച്ചേട്ടാ തോന്നുന്നത് തികഞ്ഞ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന ഒരാളാണല്ലേ എല്ലാ കാര്യത്തിലും. അവരെടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ ഇപ്പൊ വേണിച്ചേട്ടൻ തന്നെ വേണോ ഒന്ന് കൗണ്ടർ ചെയ്തപ്പോ പോലും ഒരു ആശങ്കയില്ലാതെ, ഒരു പകപ്പില്ലാതെ, അല്ല ഇത് തന്നെയാണ്, അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടെ എടുത്ത തീരുമാനത്തോട് ഒരു വലിയ എനിക്ക് അത്ഭുതം തോന്നിയ 2-3 മുഹൂർത്തങ്ങളുണ്ട് രാജേന്ദ്രനുമായിട്ട്, എന്റെ വർക്കിലും ഞങ്ങളുടെ വർക്കിലും ഒക്കെ. ഒന്ന് പറഞ്ഞോ. ഒരു പ്രാവശ്യം ഒരു ഫോൺ വന്നു എനിക്ക് രാജേന്ദ്രന്റെ. വേണി, എനിക്ക് നാളെ ഒരു വർക്കുണ്ട്, എന്റെ വർക്കാണ്, വന്ന് മാൻഡലിൻ വായിച്ചു തരണം. ഞാൻ പറഞ്ഞു വായിക്കാമല്ലോ എന്ന് പറഞ്ഞു. എത്ര മണിക്ക് വരണം? 3:12 വരണം. ഞാൻ 3:12 ഒന്നെങ്കിൽ ഞാൻ 3 മണിക്ക് വരാം, അല്ലെ 3:15 വരാം. അതല്ല, 3:12 തന്നെ വരണം. 3:11 വരണ്ട, 3:13 ആയി പോരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് 3:12 അവിടെ ചെന്നപ്പോണ്ടല്ലോ 3:11 മുമ്പ് ആ വർക്ക് തീർന്നു, അതിനു മുമ്പുള്ള വർക്ക് തീർന്നു. 3:12 ഞാൻ കയറി കൃത്യമായിട്ട്. ഞാനപ്പോ വെറുതെ ചോദിച്ചു, ഇത് എത്ര മണിക്ക് തീർക്കാൻ പറ്റും? കൃത്യമായിട്ട് അതുപോലെ പറഞ്ഞു, അതേപോലെ തീരുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഈ കമ്പോസ് ചെയ്ത പാട്ട് ഇന്നയാളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ എത്ര നേരം എടുക്കും, പിന്നെ ആർക്കും പിടികിട്ടാത്ത ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നേക്കാം. ടെക്നിക്കൽ എറേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇയാളുടെ സ്പീഡ് ഇത്രമാണ്, എന്റെ വർക്കിംഗ് സ്പീഡ് ഇത്രമാണ്, ഈ റെക്കോർഡിംഗ് എഞ്ചിനീയറുടെ വർക്കിംഗ് സ്പീഡ് ഇത്രയാണ്, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് തീരുന്ന ആ കറക്റ്റ് ആയിരിക്കും അത്. അപ്പൊ അങ്ങനെ വർക്ക് തുടങ്ങാൻ സാധിക്കും, പക്ഷെ വർക്ക് കൃത്യമായിട്ട് തീർക്കാൻ പറ്റുക എന്ന് പറയുന്ന അപൂർവ സിദ്ധിയാണ്. ഇങ്ങനെ ഒരു കാര്യം. ഇത് കൂടാതെ ഞങ്ങള് ആകാശഗംഗ, കനൽ കിരീടം, പിന്നെ 1-2 ആൽബംസ്, ഓണപ്പാട്ടുകൾ, അങ്ങനെ കുറച്ച് ആൽബംസ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സംഗീത സഹസംവിധായകനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതുമഴയായി എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ചിത്ര പാടിയ ഒരു
ആകാശഗംഗയില് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള BGMs ആണ് എന്റെ അകത്തുള്ളത്. യക്ഷിഗാനത്തിന്റെ എഫക്ട് ഉണ്ടാക്കണം. അപ്പോ രാജേന്ദ്രനോട് പറഞ്ഞു, രാജേന്ദ്ര ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ഒരു സിംഫണിയൊക്കെ കേൾക്കുന്ന പോലെ എന്നാൽ ഭയം തോന്നുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ എങ്ങനെയാണ് എന്റെ തുടക്കം എന്ന് വരണൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഗാനത്തിലേക്ക് കയറുന്ന ഓർഡറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി. അത് ഇളയരാജയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേൾക്കണം. എത്ര കോംപ്ലിക്കേറ്റഡുള്ള സംഗീതം വെറുതെ ഇങ്ങനെ എഴുതും. ഇദ്ദേഹം അതങ്ങനെ വളരെ ലാഘവത്തോടെ ഇങ്ങനെ എഴുതി. അപ്പൊ ഞാൻ കരുതി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കോംപ്ലിക്കേറ്റഡുള്ള സംഗീതം ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ആലോചിച്ച് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ വെട്ടി തിരുത്തി ഇദ്ദേഹം ഇങ്ങനെ ചെയ്ത ശേഷം ഒന്ന് കീബോർഡ് സീക്വൻസ് ചെയ്യുന്ന ആളുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് വായിപ്പിച്ചതൊന്ന് സീക്വൻസ് ചെയ്ത് കേട്ടു നോക്കിയപ്പോണ്ടല്ല കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ചു. ഒന്നും മാറ്റേണ്ട കാര്യമില്ല. കാരണം അത് 2 ടൈപ്പിലുണ്ട്. ഒരെണ്ണം ലവ് സോങ് ആയിട്ട് ദാസേട്ടൻ പാടുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കമ്പോസ് ചെയ്തായിരുന്നു. പിന്നെ അതിന്റെ ഒരു ഹാങ് ഓവറിൽ പിന്നെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് വേറൊരു ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതെ, അങ്ങനെ ഞാൻ ഇപ്പോഴും ചിന്തിക്കും. നല്ല ഒരു സിംഫണി പോലെ തന്നെ നിന്നും ഒരു നോട്ട് അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും വേറെ പ്രതീക്ഷിക്കാത്ത ഒരു നോട്ട് വേറെ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ ഒരു പുതിയൊരു എഫക്ട്. ഇത് ഇദ്ദേഹം വളരെ ലാഘവത്തോടെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് വളരെ അപൂർവം പേർക്ക് സാധിക്കുള്ളൂ. മലയാളത്തിൽ എത്ര പേർക്ക് സാധിക്കും അറിയില്ല. അത് വളരെ കറക്റ്റ് ആയിട്ട് നൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അഗ്രഗണ്യനായിട്ടുള്ളൊരു ചിട്ടയോടെ വിദ്യാഭ്യാസം സംഗീതത്തിൽ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ രാജേന്ദ്രന്റെ ഏത് ഗാനമാണ് നമുക്ക് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒരു സുവിശേഷ ഗാനമാണ്. ലോകം മുഴുവൻ സുവിശേഷമേകാൻ എന്ന് തുടങ്ങുന്ന ഗാനം. കർത്താവിന്റെ വാക്കുകളാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. അത് വളരെ ലളിതമായി ഗാനരചയിതാവ് എഴുതുകയും അതിന് ഉചിതമായ സംഗീതം KN രാജേന്ദ്രൻ നൽകുകയും ചെയ്തു. ആ ഗാനം ബെഞ്ചിനും കേട്ടിട്ടുള്ളത് അല്ലേ? ഒന്ന് പറയാമോ ആ ഗാനത്തെ കുറിച്ച്? നല്ല പഞ്ചുള്ള പാട്ടാണ്. ശരിക്കും ലോകം മുഴുവൻ സുവിശേഷം വേണമെങ്കിൽ നല്ല എനർജി വേണം. അല്ലാണ്ട് ഒരു തളർന്നു പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ലോകം മുഴുവൻ സുവിശേഷം ആകാനുള്ള മനസ്സിതി ഉണ്ടാവില്ല. അങ്ങനെ അതിന് സാധിക്കുകയുമില്ല. നല്ല എനർജറ്റിക് ആയിട്ടുള്ള സോങ് തന്നെയാണ്. വളരെ ഇഷ്ടപ്പെട്ട പാട്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇത് നാഥന്റെ ആഹ്വാനമാണ്. നമ്മുടെ ജീവിതങ്ങൾക്കെല്ലാം ഒരു സുവിശേഷ വിളി കിടക്കുന്നുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും. നമ്മുടെ ഹൃദയവും ഇതോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഈ വിളി നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. ലോകം മുഴുവൻ സുവിശേഷമാകാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. ഗാനത്തിലേക്ക്. ലോകം മുഴുവൻ സുവിശേഷമേകാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. ചെല്ലുന്ന ഇടമെല്ലാം വിശ്വാസമുയർത്തുവാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. ലോകം മുഴുവൻ സുവിശേഷമേകാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. ചെല്ലുന്ന ഇടമെല്ലാം വിശ്വാസമുയർത്തുവാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു. ദൈവത്തിൻ സ്വന്തം നാടും നൽകി. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു. ദൈവത്തിൻ സ്വന്തം നാടും നൽകി. എത്രയോ കാതങ്ങളകലെ ഈ സമ്പന്ന നാട്ടിൽ നീ നല്ലൊരു ജീവിതം തന്നു. മോശയ്ക്കു കാണാൻ നൽകിയ പോലിൽ നീ വാഗ്ദത്ത ഭൂമിയിൽ വേല നൽകി. എത്രയോ കാതങ്ങളകലെ ഈ സമ്പന്ന നാട്ടിൽ നീ നല്ലൊരു ജീവിതം തന്നു. മോശയ്ക്കു കാണാൻ നൽകിയ പോലിൽ നീ വാഗ്ദത്ത ഭൂമിയിൽ വേല നൽകി. നന്ദിയോടെന്നും ഞാൻ ഓർത്തിടും കർത്താവേ
കർത്താവേ നീ തന്ന ജീവിത ഭാഗ്യമെല്ലാം നന്ദിയോടി ഞാൻ സുവിശേഷ വേലകൾ ചെയ്തിടും കർത്താവേ എന്നുമെന്നും. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു, ദൈവത്തിൻ സ്വന്തം നാടും നൽകി. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു, ദൈവത്തിൻ സ്വന്തം നാടും നൽകി. ക്ലേശങ്ങളെന്നിൽ നിറയുന്ന നേരക്ലേശിതനീശോയാണെന്നും ആശ്വാസം. ദുരിതങ്ങളെന്നെ അലട്ടുന്ന നേരത്ത് ആശ്വാസമേകി എൻ മാതാവും. ക്ലേശങ്ങളെന്നിൽ നിറയുന്ന നേരക്ലേശിതനീശോയാണെന്നും ആശ്വാസം. ദുരിതങ്ങളെന്നെ അലട്ടുന്ന നേരത്ത് ആശ്വാസമേകി എൻ മാതാവും. നന്ദിയോടെന്നും ഞാൻ ഓർത്തിടും കർത്താവേ നീ തന്ന ജീവിത ഭാഗ്യമില്ല. തടസ്സങ്ങളൊക്കെ പിന്നിട്ടു മുന്നേറാൻ നാഥന്റെ വചനം പ്രഘോഷിച്ചിടാം. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു, ദൈവത്തിൻ സ്വന്തം നാടും നൽകി. വാഗ്ദത്ത ഭൂമി തന്നനുഗ്രഹിച്ചു, ദൈവത്തിൻ സ്വന്തം നാടും നൽകി. ലോകം മുഴുവൻ സുവിശേഷമേകാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. ചെല്ലുന്ന ഇടമെല്ലാം വിശ്വാസമുയർത്തുവാൻ ദൈവം എന്നെ പ്രവാസിയാക്കി. കറക്റ്റായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥതയുള്ള, ചുറ്റുമുള്ളവരോട് സ്നേഹമുള്ള, ഒരു ആർദ്രതയുള്ള ഒരു മനുഷ്യനെ കൂടി നമുക്ക് ഈ സംഗീതകാരനിൽ കാണാൻ കഴിയും. എന്തായാലും ഒരു എപ്പിസോഡ് കൂടി നമുക്ക് ശ്രീ രാജേന്ദ്രന്റെ പോകാൻ പറ്റും അല്ലെ? എന്നോട് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ബഹുലമായ ജീവിതമാണ്. അടുത്ത എപ്പിസോഡിൽ ചുരുക്കേണ്ടി വരും. അതെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രീ രാജേന്ദ്രന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഇരിക്കണം. നിങ്ങൾ തന്ന ഹൃദയത്തിന് തന്ന ഈ നല്ല നിമിഷത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നന്മയും പ്രാർത്ഥനയും നേരുന്നു. നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വയലിനിസ്റ്റും സംഗീതകാരനുമായ ശ്രീ രാജേന്ദ്രൻ. വളരെ നിശ്ചയദാർഢ്യത്തോടെ സംഗീതം ചെയ്യുന്ന, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, മധുരമായി സംസാരിക്കുന്ന, തന്റെ ചുറ്റും ഉള്ളവർക്ക് ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ, ഒരു സഹോദരൻ കണക്കെ അവർക്ക് വേണ്ടതെന്തോ അത് വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ കാര്യങ്ങളിലും തൽപരനായ ഒരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായും അടുത്ത എപ്പിസോഡിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ശ്രീ രാജേന്ദ്രന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണമേ വലിയ പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വഴിയും സത്യവും നീയല്ലോ നാഥ, ആ വഴിയെ നടക്കുവാൻ ശക്തി നൽകൂ. മുറിച്ചു മാറ്റേണമെൻ പാപബന്ധനം, മുറിവുണക്കേണമേ സ്നേഹനാഥ.